നിങ്ങളെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിട്ട് എന്താ കാരണം? എന്താ കാരണം എന്നറിയാമോ സാറേ? ദീപാവലി ആയിരുന്നല്ലോ. എന്റെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് പടക്കം മേടിക്കണമെന്ന്. കയ്യിൽ സത്യം പറഞ്ഞാൽ 10ന്റെ പൈസ ഇല്ലാതെ ഞാൻ കുറച്ച് എവിടുന്നൊക്കെയോ ഒപ്പിച്ചിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളുടെ ആഗ്രഹമല്ലേ, കുറച്ച് പടക്കം മേടിച്ചിട്ട് വാന്ന് പറയും. നിങ്ങൾക്കൊക്കെ മക്കളുള്ളതല്ലേ അല്ലേ? നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂല്ലേ? ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് പടക്കം മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് നിങ്ങളെ വിളിക്കുള്ളൂ. ദീപാവലിയുടെ അന്ന് വീട്ടിൽ നിന്ന് പോയതാ. ഇന്ന് 7 ദിവസമായി. ഇന്ന് വെളുപ്പിനെ ഇയാൾ കയറി വരുന്നത് അറിയാമോ? എനിക്കൊരു കാര്യം അറിയണം. ഞാൻ തന്ന പൈസ എവിടെ പോയി? നിങ്ങൾ പിന്നെ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അത് മാത്രം എനിക്ക് അറിയണം. എന്നിട്ട് നിങ്ങൾ തൂങ്ങി ചത്തപോയി. ഇവിടെ പടക്കത്തിന് തന്ന പൈസ എടുത്ത് ഞാനൊരു ഫുള്ളെടുത്ത് അടിച്ചു. അതിനെന്താ തെറ്റെന്താ കുഴപ്പമെന്താ? അതെന്റെ ആത്മാർത്ഥം കൊണ്ടാണ്, എന്റെ സ്നേഹം കൊണ്ടാണ്, എന്റെ മനസ്സിന്റെ നന്മ നിങ്ങൾ കാണുന്നില്ല, അതാണ്. ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത. എവിടെയാണ് നന്മയുള്ളത്? ഞാൻ ബിവറേജിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പടക്കം മേടിക്കാൻ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അടുക്കി മദ്യം ഇങ്ങനെ വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മദ്യം വേണ്ട, എന്റെ കയ്യിലിരിക്കുന്ന കാശ് മദ്യം മേടിക്കാനുള്ളതല്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് പടക്കം മേടിക്കാനുള്ള പൈസയാണ്. അതുകൊണ്ട് എനിക്ക് മദ്യം വേണ്ട. ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടന്നപ്പോ പുറയുന്നത് എന്നും ചേർക്കിടുന്ന കുറെ ടീമുകൾ എന്നെ വിളിച്ചിട്ട് എവിടെ പോന്നു, നമുക്കൊന്ന് ദീപാവലികളിൽ ഒരെണ്ണം ചേർട്ട് എടുത്ത് നമുക്ക് അടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സഹോദര, ഇതെന്റെ പിള്ളേർക്ക് പടക്കം മേടിക്കാനുള്ള കാശാണ്, ഞാൻ ഇന്നില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു ഞാൻ മുന്നോട്ട് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തവനാണ് ഞാൻ. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ എന്റെ കരണിൽ ഇരുട്ട് കയറി. എനിക്കെന്തോ വല്ലാത്തൊരു പ്രയാസം, എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ എന്റെ മനസ്സിലൂടെ മിന്നിമഞ്ഞു. ഞങ്ങൾ കുടിയന്മാർ ഒന്നടങ്കം ഈ തീരുമാനം എടുത്താൽ ആ ബിവറേജിലിരിക്കുന്ന മദ്യം അവിടെ ഇരുന്ന് പോത്തില്ലേ? അവിടുത്തെ ജീവനക്കാർ, അവരുടെ കുടുംബങ്ങൾ അനാഥമാവില്ലേ? അവരുടെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അതും പോട്ടെ, സാമൂഹ്യ പ്രതിബദ്ധത അതാണ്. ആ ബിവറേജിന്റെ ഫ്രണ്ടിൽ ഒരു മുത്തശ്ശേരിപ്പുണ്ട്, വൈരാത്ത കുഞ്ഞിരിക്കുന്ന, അവർ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, അച്ചാർ, ഇതൊക്കെ ആര് വാങ്ങും? അവരുടെ വാദത്തിനുള്ള തൈലം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സമൂഹമേ, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാം, ഞാൻ റേറ്റ് വാങ്ങാം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇതൊന്നും സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും അല്ല. നിങ്ങളെ പോലുള്ള കുടിയന്മാരെല്ലാരും പോത്തുകൾ. നിന്റെ അച്ഛന് രാവിലെ കാടിയും പിണ്ണാക്കോ കൊടുത്തിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേ? എന്റെ അച്ഛന് കാടിയും പിണ്ണാക്കോ അല്ല, അയാൾ പലപ്പോഴും എന്റെ കൂടെ ഓസിന് മേടിച്ച് നന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ആണുങ്ങളെല്ലാം പോത്താന്ന് പറഞ്ഞത് നിന്റെ അച്ഛനും ആ ഗണത്തിൽ പെടുവല്ലോ. മനസ്സിലായല്ലോ?